നമസ്കാരം. സാങ്കേതിക വിദ്യകൾ ലോകം കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ്. സ്മാർട്ട് ഫോണിന്റെയും ഓൺലൈൻ ക്ലാസുകളുടെയും കാലത്ത് കുട്ടികളെ ഇതിൽ നിന്ന് മാറ്റി നിർത്തുക പ്രായോഗികമല്ല. നേട്ടങ്ങളോടൊപ്പം ഇതുകൊണ്ടുള്ള അപകടങ്ങളും ചെറുതല്ല. തിരക്കുപിടിച്ച ജീവിത സാഹചര്യത്തിൽ കുട്ടികളെ അടക്കി നിർത്താൻ അച്ഛനമ്മമാർ ഉപയോഗിക്കുന്ന ഒരു എളുപ്പ വഴിയാണ് ഫോണും ടിവിയും കമ്പ്യൂട്ടറുമെല്ലാം. ഇത് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കുട്ടികളിൽ ഒരു ശീലമായി വളരുകയും ഒരു ഡിസോർഡറായി തീരുകയും ചെയ്യുന്നു. ലഹരി എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് എന്താണ് ആദ്യം ഓർമ്മ വരിക? മദ്യവും മയക്കുമരുന്നും, ശരിയല്ലേ? എന്നാൽ കുട്ടികളിലെ ഗെയിം ആസക്തി മറ്റേത് ലഹരിയേക്കാളും ഭയാനകമാണ്. മൊബൈൽ ഗെയിമിലൂടെ കുട്ടികൾ ഒരു മായാ ലോകം മെനഞ്ഞെടുക്കുകയാണ്. ഒറ്റയ്ക്കും കൂട്ടമായും കളിക്കുന്ന ഒട്ടേറെ ഗെയിമുകളുണ്ട്. ആ ലോകത്ത് അവരാണ് നായകർ. തന്റെ മുന്നിലുള്ള പ്രശ്നങ്ങളെയും ശത്രുക്കളെയും അവർ വെട്ടിയും കത്തിച്ചും ചാമ്പലാക്കിയും മുന്നേറുന്നു. അവർ സ്വപ്നം കാണുന്ന ലോകം അവിടെ ഉണ്ടാക്കിയെടുക്കുകയാണ്. ഈ ചിന്താഗതികൾ യഥാർത്ഥ ജീവിതത്തിലേക്ക് പകർത്താൻ ശ്രമിക്കുമ്പോഴാണ് ഗെയിമുകൾ വില്ലനായി മാറുന്നത്. ഗെയിം ഡിലീറ്റ് ചെയ്തതിന് വീട് കത്തിച്ചവർ, പബ്ജി, ബ്ലൂ വെയിൽ, ഫ്രീ ഫയർ പോലുള്ള ഗെയിം കളിച്ച് ജീവൻ ഒടുക്കിയവരുമൊക്കെ നമ്മുടെ ഈ കൊച്ചു കേരളത്തിലുണ്ട്. എത്രയെത്ര വാർത്തകളാണ് നാം ദിവസവും കാണുന്നതും കേൾക്കുന്നതും. ഗെയിമിനോടുള്ള ആസക്തി, അല്ലെങ്കിൽ ഓരോ ലെവലും കളിച്ച് മുന്നേറാനുള്ള ആവേശം കാരണം, അല്ലെങ്കിൽ പണം നിക്ഷേപിച്ചു കളിക്കുന്ന ഗെയിമുകളിൽ നിക്ഷേപിക്കാൻ പണമില്ലാതെ വരുമ്പോൾ ഏത് കുറ്റകൃത്യങ്ങൾ ചെയ്യാനും അവർ മടിക്കുന്നില്ല. തുടർച്ചയായി ഗെയിമുകൾ കളിക്കുന്നത് കൊണ്ട് തലച്ചോറിന്റെ ഇരുവശങ്ങൾ തമ്മിലുള്ള ഏകോപനം കുറയുന്നു. വിഷാദം, ശ്രദ്ധക്കുറവ്, ഉറക്കക്കുറവ്, അമിത ഉത്കണ്ഠ, പൊണ്ണത്തടി, കാഴ്ചക്കുറവ് തുടങ്ങിയ ആരോഗ്യ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ഇതുകൊണ്ട് തീരുമോ? ഇല്ല. വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്നു. വിദ്യാഭ്യാസ കാര്യങ്ങൾ ശരിയായി ചെയ്യാൻ കഴിയുന്നില്ല. സാമൂഹിക ബന്ധങ്ങൾ കുറയുന്നു. അങ്ങനെ കുട്ടികൾ വെറും പാവകളായി മാറുന്നു. എല്ലാ ഗെയിമുകളും കുഴപ്പം പിടിച്ചതാണോ? അല്ല. നിരുപദ്രവകാരികളായ ഗെയിമുകളും ഉണ്ട് കേട്ടോ. ചിന്താശേഷി വർദ്ധിപ്പിക്കുന്ന, ചിട്ടയായി പ്രവൃത്തികൾ ചെയ്യാൻ പരിശീലനം നൽകുന്ന, പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കാൻ പ്രാപ്തരാക്കുന്ന, കൈകളും കണ്ണും തമ്മിലുള്ള പ്രവർത്തനം ദ്രുതഗതിയിലാക്കുന്ന, സാംസ്കാരികവും ചരിത്രപരവുമായ അവബോധം സൃഷ്ടിക്കാൻ കഴിയുന്ന ധാരാളം ഗെയിമുകൾ. അത്തരം ഗെയിമുകൾ കളിക്കാൻ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുക. ഇത് മോണിറ്റൈസേഷന്റെ കാലമാണ്. ഫേസ്ബുക്കിനും യൂട്യൂബിനും ചുറ്റുമുള്ളതെല്ലാം വെറും കണ്ടന്റ് ആകുന്ന കാലം. അതുകൊണ്ട് കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, രക്ഷകർത്താക്കൾക്കും ആരോഗ്യകരമായ ഇന്റർനെറ്റ് ഉപയോഗത്തെക്കുറിച്ച് അവബോധം നൽകണം. മൊബൈൽ ഉപയോഗത്തിന് കൃത്യമായ ഒരു സമയം നൽകണം. കുട്ടികളോടൊപ്പം മുതിർന്നവരും വായന ഒരു ശീലമായി വളർത്തിയെടുക്കണം. ഇന്നത്തെ കുട്ടികളാണ് നാളെയുടെ പൗരന്മാർ. മൊബൈൽ ഗെയിമുകളിൽ കുടുങ്ങി തീരാനുള്ളതല്ല നമ്മുടെ ബാല്യം. വിശാലമായ ഒരു ലോകം പുറത്ത് അവർക്കായി കാത്തിരിക്കുന്നുണ്ട്. അവിടെ കളിച്ചും ചിരിച്ചും പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചും മുന്നേറട്ടെ. നന്ദി.